بسم الله الرحمن الرحيم يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا صدق الله العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവാധിനാഥനായ പടച്ചറപ്പിൻ്റെ വിധികളും വിലക്കുകളും കഴിയുന്നിടത്തോളം മുഴു ജീവിതത്തിലും പാലിച്ച് തഖ്വ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് അതേപോലെ ഇന്നും ആദ്യമായി ഞാൻ എന്നോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. പടച്ചറപ്പ് അവനെ മാത്രം ആരാധിച്ചും അനുസരിച്ചും വിധേയപ്പെട്ടും മുത്തഖികളായി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം 27ാമത്തെ നോമ്പാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചിട്ടുള്ളത്. 27ാം രാവ് കടന്നുപോയ രാത്രിയിൽ സാധ്യമാകും വിധമൊക്കെ ആരാധനാകർമ്മങ്ങളിൽ, ഖുർആൻ പാരായണത്തിൽ, പ്രാർത്ഥനകളിൽ, എഴുത്തിക്കാഫിൽ ഒക്കെ കഴിഞ്ഞുകൂടിയവരാണ് നമ്മളിൽ അധികം ആളുകളും. അതിൻ്റെ ക്ഷീണവും ഉറക്കച്ചടവുമൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട് താനും. അല്ലാഹു തആല നമ്മളെയും നമ്മൾ നിർവഹിക്കുന്ന അമലുസ്വാലിഹാത്തുകളെയും അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടന്നു പോകുന്ന ഈ വിശുദ്ധ റമദാൻ നമ്മളിൽ എന്ത് ബാക്കിയാക്കി എന്ന സുപ്രധാനമായ ഒരു ചോദ്യം ഉണ്ട്. ഒന്നും വെറുതെ നമുക്ക് ശറഇൽ നിർബന്ധമാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. എല്ലാറ്റിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക എന്നത് അതിപ്രധാനമാണ്. വിശുദ്ധ റമദാനും അല്ലാഹു നമുക്ക് വെറുതെ തന്ന ഒരു സംഗതിയല്ല. വളരെ ഗൗരവമുണ്ട് അതിന്. വളരെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാൻ കഠിനമായ പരിശീലനത്തിൻ്റെ കാലമായിരുന്നു. നമ്മളെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിച്ചു റമദാനിൽ. അപ്പോൾ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കാൻ നമ്മളോട് നിർദ്ദേശിച്ച വളരെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്ര കണ്ട് ഫലപ്രദമായി നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു അന്വേഷണം ഈ സമയത്ത് വളരെ പ്രധാനമാണ്. എന്ത് കാര്യവും അവസാനിക്കുന്നത് ഒരു ഓഡിറ്റിങ്ങിലൂടെയാണ്. അങ്ങനെ ആകണം, അതാണല്ലോ അതിൻ്റെ ഒരു രീതി. ഇതിപ്പോൾ മാർച്ച് മാസമാണ്, ഇത് ഇയർ എൻഡാണ്, സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും കണക്കെടുപ്പ് നടക്കുകയാണ്. വിശുദ്ധ റമദാൻ അവസാനിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ചില കണക്കെടുപ്പുകൾ നടത്തുന്നത് നല്ലതാണ്. അത് ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, എന്തായിരുന്നു ലക്ഷ്യം, എന്തൊക്കെ നേടി, എന്തൊക്കെയാണ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലും കൂടി അതിനകത്തുണ്ട്. വിശുദ്ധ റമദാൻ, ഞാനിത് കുറച്ച് വിസ്തരിച്ച് വിശദമായി പറയേണ്ടുന്ന സന്ദർഭവും സാഹചര്യവും അല്ലല്ലോ. നമുക്ക് വളരെ കാര്യങ്ങളുണ്ട് ഇന്ന് നമുക്ക് സംസാരിക്കാൻ. എല്ലാം ചുരുക്കി ഇങ്ങനെ ഒന്ന് ഓർമ്മപ്പെടുത്തി ഇങ്ങനെ ഒന്ന് പോവുകയാണ്. വിശുദ്ധ റമദാനിൽ നമുക്കറിയാം, റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടിയിരുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് തഖ്വയാണ്. നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നാളത്തെ ജീവിതത്തിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് പറയുന്നത് തഖ്വയാണ്. റമദാനിലൂടെ അത് നമ്മൾ ഏറ്റവും നന്നായി സ്വായത്തമാക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബ തുടങ്ങുന്നത് തഖ്വ കൊണ്ടുള്ള വസിയ്യത്തിലൂടെയാണ്. നമ്മളോട് തഖ്വയുള്ളവരാകാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാൻ നമ്മളോട് പറഞ്ഞതും മുത്തഖിയാകാനാണ്, തഖ്വയുള്ള മനുഷ്യനാകാനാണ്. അതിനുള്ള പരിശീലനങ്ങളാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ റമദാനിലൂടെ കടന്നു പോയിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല പറയാണ്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ള മനുഷ്യരാകണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളത്തെ ജീവിതത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം.
വീണ്ടും പറയുന്നു വത്തഖുള്ള, നിങ്ങൾ തഖ്വ ഉണ്ടാകണം. വീണ്ടും പറയണം എന്ന് പറഞ്ഞാൽ നാളത്തെ ജീവിതത്തിന് വേണ്ടി അയാളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് തഖ്വയാണ്. വിശുദ്ധ റമദാനിനെ കുറിച്ച് നമുക്കറിയാം. സൂറത്തുൽ ബഖറയിലെ 183 മുതലുള്ള 5 ആയത്തുകൾ റമദാനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും പറയുന്ന ആയത്തുകളാണ്. അതിലെ ഒന്നാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 5-ാമത്തെ ആയത്ത് അവസാനിക്കുന്നത് ലഅല്ലഹും യത്തഖൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തുടങ്ങുന്നതും തഖ്വ കൊണ്ടാണ്, അവസാനിക്കുന്നതും തഖ്വ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകമ്പൊരുൾ, ഇതിന്റെ ആകെ തുക തഖ്വയുള്ള മനുഷ്യരായി മാറുക എന്നതാണ്. തഖ്വ ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല. നമ്മുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും സകലരും സുരക്ഷിതരാകണം. എല്ലാവർക്കും സുരക്ഷിതത്വം കിട്ടണം. നമുക്കെതിരെ പരാതിക്കാരും ആവലാതിക്കാരും ആരും ഉണ്ടാകാൻ പാടില്ല. ഒന്നിനെയും കേടുവരുത്താതെ ഏറ്റവും മനോഹരമായി ജീവിച്ച് ആർക്കും ഒരു പരാതിയും പരിഭവവും ഇല്ലാതെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ സാധിക്കണം. ഇതാണ് തഖ്വ. വലിയൊരു സംഗതിയാണ്, ഭയങ്കര മനോഹരമാണ് ഇത് പറയുമ്പോ. പക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ എളുപ്പമാണ്, പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെക്കണം. മുത്തഖിയാകണമെന്ന തീരുമാനം നമ്മൾ എടുക്കണം. റമദാൻ അതാണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ച സംഗതി. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ തഖ്വയിലൂടെയാണ് നമുക്ക് വിഖായത്ത് ലഭിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും കോപത്തിൽ നിന്നുമുള്ള വിഖായത്ത് എന്ന് പറയുന്നത് ഈ തഖ്വയാണ്. ഇതാണ് ആ സുരക്ഷിതത്വം, സുരക്ഷാ കവചം എന്ന് പറയുന്ന സംഗതി. ഇതാണ്. ഇത് നേടിയെടുക്കണമെന്നായിരുന്നു റമദാനിലെ നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ടാസ്ക്, ഏറ്റവും വലിയ ചലഞ്ച്, ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരുന്നു. അതിനുവേണ്ടിയാണ് ഇതിലെ ആരാധനകളും അനുഷ്ഠാനങ്ങളും എല്ലാം സംവിധാനിച്ചിരുന്നത്. ഈ ഒരു വലിയ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു. നമ്മൾ പലരും അതിലൂടെ കടന്നുപോയ ആളുകളാണ്. നമുക്കറിയാം വിശുദ്ധ റമദാനിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ റമദാനിലെ നോമ്പിനെ കുറിച്ച് പറയുന്നിടത്തും, അതുപോലെ തന്നെ റമദാനുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളെ കുറിച്ച് പറയുന്നിടത്തുമൊക്കെ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന ഒരു പ്രതിഭാസവും പ്രക്രിയയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള സംഗതി. മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് നമ്മുടെ റമദാന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചു. റമദാനിൽ ആരെങ്കിലും ഈമാനോടെയും ഇഹ്തിസാബോടെയും നോമ്പ് നോറ്റാലെന്നാ, ഈമാനോടെയും ഇഹ്തിസാബോടെയും നോമ്പ് നോറ്റാൽ അയാളുടെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുന്ന. ഇത് ഈമാൻ ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ ഈമാൻ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. നമുക്കറിയാം ഇഹ്തിസാബ് അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കലാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഇത് നോമ്പിന് മാത്രം ബാധകമായതല്ല കേട്ടോ, നോമ്പിലേക്ക് അത് കൊണ്ടുവന്നതാണ്. നോമ്പിന് മാത്രം ബാധകമായ കാര്യമല്ല ഇത്. നമ്മുടെ ജീവിതത്തിലെ സകല കർമ്മങ്ങളും അമലി സ്വാലിഹാത്തായി മാറാൻ ഈ 2 കാര്യങ്ങൾ ഉണ്ടാവണം. എന്റെ കച്ചവടവും എന്റെ കൃഷിയും എന്റെ ഭൗതികമായ ഇടപാടുകളും എന്റെ സ്വകാര്യ ജീവിതത്തിലെ ലൈംഗികമായ വീഴ്ച പോലും ഇബാദത്തായി പരിണമിക്കുന്നത് ഈ ഒരു സംഗതി മുന്നിൽ വരുമ്പോഴാണ്. ഈമാനും ഇഹ്തിസാബുമുള്ള കർമ്മങ്ങൾ ഇതായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. റബ്ബിന്റെ അടുത്ത് എനിക്ക് കണക്ക് പറയേണ്ടി വരും. ഇതാണ് ഇഹ്തിസാബ്. റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. പടച്ചവൻ ഇതൊക്കെ എന്നോട് വിചാരണ ചെയ്യും. റബ്ബിന്റെ അടുക്കൽ ഇതിനെല്ലാം പ്രതിഫലം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഗുണപരമായിട്ടാകാം പ്രതികൂലമായിട്ടാകാം എനിക്കത് സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ കർമ്മങ്ങളും ഒരാൾ ചെയ്യുന്നത്. കടന്നുപോയ ഖുത്ബയിലൊക്കെ നമ്മളത് പറഞ്ഞല്ലേ, ഒരു കച്ചവടക്കാരന്റെ കച്ചവടം അങ്ങനെ നോക്കുമ്പോൾ അമൽ സാലിഹാത്തായി മാറും. റബ്ബിനോട് എനിക്ക് കണക്ക് പറയണമല്ലോ, ഇതാണ്. അപ്പൊ നോമ്പുകാരൻ എന്താണ്? നോമ്പിലുടനീളം ഈ ഒരു ചിന്തയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകേണ്ടത് അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ അതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും നമ്മളോട് പറഞ്ഞു. റമദാന്റെ പകലുകളിൽ നമുക്കറിയാം ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി അസ്സിയാമു ജന്നത്തുൻ, നോമ്പെന്ന് പറഞ്ഞാൽ ഒരു പരിചയമാണ്. ഇദാ കാന യൗമു സൗമി അഹദികും, നിങ്ങൾ ഒരാൾ നോമ്പുകാരനായാൽ ഫലാ യർഫസ്, അവൻ അശ്ലീല കാര്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. വലാ യസ്ഖബ്, ഒച്ചയെടുത്ത് സംസാരിക്കാൻ പോലും പാടില്ല. ഫൈൻ സാബഹു അഹദുൻ ഔ ഖാതലഹു, ആരെങ്കിലും അവനെ ഇങ്ങോട്ട് വന്ന് ചീത്ത പറഞ്ഞാൽ, അവനോട് വഴക്കടിക്കാൻ വന്നാൽ ഫൽയഖുൽ ഇന്നി സായിമുൻ, അവൻ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ് സഹോദര, നോമ്പാണ്, ഇതൊന്നും പാടില്ലാത്ത സമയമാണിത് എന്ന് പറയാൻ കഴിയണം അയാൾക്ക്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടൊരാള് കയർത്ത് സംസാരിക്കാൻ വരുന്നിടത്ത് പോലും ഭയങ്കരമായി എന്റെ റബ്ബിനത് ഇഷ്ടമല്ല, തർക്കം ഇഷ്ടമല്ല, വഴക്കടിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ചും ഇതാണ് നോമ്പ്. ഇങ്ങനെ ജീവിതത്തിലുടനീളം ഈ സൂക്ഷ്മത
അള്ളാഹുവിനെ റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ സൂക്ഷ്മത തഖ്വയുണ്ടാകാനുള്ള ആഹ്വാനമാണ് യഥാർത്ഥത്തിൽ റമദാനിലൂടെ കടന്നുപോയത്. ശരിയാണ്, ഞാൻ പറയുന്നത് വസിയത്തായിട്ട് പറയാനുള്ളത്, ഇനി വരാനുള്ള നാളുകളിൽ, റമദാൻ അവസാനിച്ച് കടന്നാലും ഇനി വരാനുള്ള നാളുകളിൽ ഈ തഖ്വയുടെ ബോധം നമ്മുടെ ഹൃദയത്തെ മതിക്കണം, ധരിക്കണം. ഒരു മാസക്കാലം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടി എൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടെ എൻ്റെ ജീവിതം സ്വീകരിക്കപ്പെടണം എന്ന ചിന്തയോടെ ഞാൻ എൻ്റെ ജീവിതത്തെ കൈകാര്യം ചെയ്ത ആളാണ്. ഇനി അങ്ങോട്ട് കടന്നുപോയാലും എൻ്റെ ജീവിതത്തിലുടനീളം ഈ സൂക്ഷ്മത നമുക്ക് പുലർത്താൻ സാധിക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, സകല ഇടപാടുകളിലും റബ്ബിനെ മുന്നിൽ കണ്ടുകൊണ്ട് സകലതിനും സർവാധിനാഥനായ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധത്തിൽ നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാൻ ഇനിയുള്ള നാളുകളിൽ നമുക്ക് എത്ര കണ്ട് സാധിക്കുന്നുണ്ട് എന്നതാണ് ഈ റമദാൻ എത്രത്തോളം നമ്മളുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെട്ടു എന്നതിന്റെ ഏറ്റവും പ്രഥമമായ തെളിവ്. ഇതാണ് അതിന്റെ തെളിവ്. റമദാൻ ശരിയായോ, റമദാൻ സ്വീകരിക്കപ്പെട്ടോ, പാപങ്ങളൊക്കെ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള ഒറ്റ വഴി ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ എത്ര കണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ സൂക്ഷ്മത ഞാൻ പുലർത്തുന്നുണ്ട് എന്നതാണ്. വിശദീകരിക്കുന്നില്ല, അത് നമുക്ക് കുറേയേറെ വിശദീകരിക്കപ്പെട്ടു പോയ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് റമദാനിന്റെ പൊരുളുകളിൽ ഒന്ന്. രണ്ടാമത്തെ കാര്യം, റമദാനിൽ വലിയൊരു അത്ഭുതം നടന്നു. ആ അത്ഭുതം എന്താ? നമ്മുടെ ശരീരത്തിന്റെ ജഡികമായ താല്പര്യങ്ങളെയൊക്കെ നമ്മൾ അങ്ങോട്ട് മാറ്റിവെച്ചു. അതായത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. രണ്ട് ഘടകങ്ങൾ ചേർന്നതാണ് മനുഷ്യൻ. ഒന്ന് മണ്ണിൻ്റെതാണ്, നമ്മുടെ ഈ ശരീരമാണ്. രണ്ട്, അതിലേക്ക് നിക്ഷേപിക്കപ്പെട്ട റൂഹാണ്, അതാണ് രണ്ടാമത്തെ ഭാഗം. രണ്ട് സംഗതികൾ കൂടി ചേർന്നതാ. ഒരു ഭാഗത്ത് മൃഗവാസനകളുണ്ട് മനുഷ്യൻ, മൃഗീയമായ തൃഷ്ണകളുള്ളവനാണ് മനുഷ്യൻ. മറുഭാഗത്ത് ആത്മാവിന്റെ വലിയ തേട്ടങ്ങളുണ്ട് മറുഭാഗത്ത്. ഇത് രണ്ടും ചേർന്നതാണ് മനുഷ്യൻ. നമ്മുടെ ജഡികേച്ഛയെ മാറ്റിവെച്ചു. അള്ളാഹുവിന്റെ താല്പര്യങ്ങൾക്ക് വലിയ മുൻഗണന നൽകി. അത്ഭുതമാണ്. ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് പോലും ചിലപ്പോൾ അത്ഭുതം തോന്നുന്ന ഒരു സംഗതിയാണത്. എന്താണ് ഈ ജഡികേച്ഛ എന്ന് പറയുന്ന സംഗതി? എന്താ മൃഗ തൃഷ്ണ എന്ന് പറയുന്ന സംഗതി? എന്താ? അത് 3-4 കാര്യങ്ങളാ. തിന്നുക, ഉറങ്ങുക, ഭോഗിക്കുക, പിന്നെയോ ആധിപത്യത്തിന് വേണ്ടിയുള്ള കിടമത്സരത്തിൽ ഏർപ്പെടുക. പരിപാടി ഇതാണ് സംഗതി. തിന്നുക, നന്നായി കിടന്നുറങ്ങുക, ഭോഗിക്കുക, ലൈംഗിക വീഴ്ച. 4-മത്തെ കാര്യം ആധിപത്യത്തിന് വേണ്ടിയുള്ള വല്ലാത്ത കിടമത്സരങ്ങളാണ്. ഇതാണല്ലോ ഈ ലോകത്ത് നടക്കുന്ന ആകെ പരിപാടി. നമ്മുടെ ജീവിതം മുഴുവൻ ഇത് കെട്ടിക്കൂടി കിടക്കാണ്. ഈ 4 കാര്യങ്ങളിൽ കെട്ടിക്കൂടി കിടക്കാണ് മനുഷ്യന്മാരുടെ ജീവിതം. തൽക്കാലം ഇത് മൃഗങ്ങളും ഇതെങ്ങനെ തന്നെ. മൃഗത്തിന് ഇത്രയുള്ള പരിപാടി: തിന്നണം, എന്നിട്ട് എന്ത് ചെയ്യണം? അതിനുറങ്ങണം, ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടണം, പിന്നെയോ ചിലപ്പോൾ കടിപിടി കൂടും. തൻ്റെ ടെറിട്ടറിയിൽ വേറൊരാളും കയറി വരാൻ പാടില്ല. അവിടെ സിംഹവും കടുവൊക്കെ ചിലപ്പം കടിപിടി കൂടുന്നതൊക്കെ കാണാം. ഇത്രയുള്ള പരിപാടി. ഈ 4 കാര്യങ്ങളാണ്. ഈ 4 കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവരാണ് മനുഷ്യരിലെ മഹാഭൂരിപക്ഷം ആളുകളും. ഇപ്പോ ആ മൃഗതൃഷ്ണയെ അങ്ങോട്ട് മാറ്റിവെക്കുകയാണ്. എന്തെല്ലാം നമ്മൾ ഒഴിവാക്കി റമദാനിൽ, ശരിയല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു. റമദാനിന്റെ പകലിൽ ഭക്ഷണം നമ്മൾ ഒഴിവാക്കി. ഭക്ഷണം ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ വെറുതെ മാറ്റിവെച്ച്, ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ, അല്ലെ? എന്താണെന്നറിയില്ല, വലിയ അത്ഭുതമാണ്. റമദാൻ ആയിക്കഴിഞ്ഞാൽ ഏത് പാവപ്പെട്ടന്റെ വീട്ടിലും ഭക്ഷണ സമൃദ്ധിയാണ്, നിറയെ ഭക്ഷണം ഉണ്ടാവും. വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ മാസമാണ് ശരിക്കും റമദാൻ, അല്ലേ? ശരിയല്ലേ? അതുണ്ടായി. ഇത് മൃഗത്തിന് പറ്റില്ലാന്നേ. മൃഗം വിശന്നിരിക്കുകയില്ല. മൃഗം ഏറ്റവും അപകടകാരിയാകുന്ന സമയം വിശക്കണ സമയമാണ്. ഒരു പരിപാടി നടക്കില്ല. മൂപ്പര് എവിടെയെങ്കിലും ഓടിപ്പാഞ്ഞാടുന്ന കടിച്ച് കീറി പിടിച്ച് വലിച്ച് മുമ്പിൽ തിന്നും. ഇതാ സംഗതി. അതിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. എന്നാൽ നമ്മളെന്താ ചെയ്ത്? നമ്മുടെ ആ മൃഗീയ വാസന അങ്ങോട്ട് മാറ്റി. നമ്മൾ അതിനു മുമ്പ് നന്നായി കഴിച്ചിരുന്നവരാ. തലേ ദിവസം വരെ രാവിലെ 8:30 ഒടുക്കത്തെ വിശപ്പാണ്. രാവിലെ കഴിക്കാണ്ട് ഉച്ചയാക്കാൻ തന്നെ ആലോചിക്കാൻ തന്നെ പറ്റില്ല. തല ചുറ്റാൻ തുടങ്ങും. ചിലക്ക് തലയുറ്റൽ ആരംഭിച്ചു, തലവേദന തുടങ്ങി, എന്തൊക്കെയായിരുന്നു പ്രശ്നം. ഇത് മുഴുവനും കൊണ്ട് മാറ്റി വെച്ചല്ലോ. അത് സംഗതിയില്ലല്ലോ, ചിന്ത തന്നെ ഇല്ല. അതാവന്നിരിക്കണം എല്ലാവരും. നമ്മുടെ ചിന്തയെ തന്നെ ഇല്ല. എന്നാലോചിച്ച് നോക്കി, റമദാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കണെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റും നോക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത. ആലോചിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സാധനം ഭയങ്കരമായ അസ്വസ്ഥത കയറി വരിക. നമ്മളെ മാറ്റിവെക്കുക. ഇതില്ലാഞ്ഞിട്ടല്ല, ഇത് മൃഗത്തിന് സാധിക്കില്ല, മനുഷ്യന് മാത്രം സാധിക്കുന്ന അത്ഭുതമാണ്. മൃഗത്തിനൊരിക്കലും വിശപ്പിൽ ഭക്ഷണം മാറ്റിവെക്കാൻ അതിന് കഴിയില്ല. മനുഷ്യന് മാത്രം സാധിക്കുന്ന മഹാത്ഭുതമാണ് ഈ സംഗതി. അപ്പൊ നമ്മളെ മനുഷ്യനാക്കാണ് റമദാൻ. മാറ്റിവെക്കാൻ കഴിയുന്ന, തനിക്ക് ആഗ്രഹമുണ്ടായിട്ടും ആവശ്യമുണ്ടായിട്ടും തന്റെ മുന്നിൽ വിഭവങ്ങൾ ഉണ്ടായിട്ടും അത് മാറ്റിവെക്കാൻ കഴിയുകയാണ്. അവിടെയാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്.
അല്ലെങ്കിൽ അയാൾ മൃഗമായി മാറും. അപ്പൊ അയാൾ എന്തായി മാറി? ഇതിനങ്ങോട്ട് അള്ളാഹുത്തിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാറ്റിവെക്കുകയാണ്. നമുക്കറിയാം ഹദീസിൽ പിന്നെ ഒരു ഖുദ്സിയായ ഹദീസുണ്ട്. ഈ റമദാനിന്റെ നോമ്പിനെ കുറിച്ച് പറയാൻ ആ പറയുന്ന തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അസ്സൗമുലി വ അനാ ജസീബി. ഇതിന്റെ ഭയങ്കര പ്രത്യേകത എന്താ അറിയത്? ഇതിനകത്ത് ഭയങ്കര പൊരുളുണ്ട് ഈ ഹദീസിൽ. അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്. വ അനാ ജസീബി, അതിനുള്ള പ്രതിഫലവും ഞാനാണ് നൽകുന്നത്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവൻ നമ്മളൊക്കെ നോമ്പ് ഒഴിച്ചു. സുബ്ഹാനല്ലാഹ്. എന്താ അള്ളാഹ് ഈ പറഞ്ഞത് മനസ്സിലായോ? നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലവും ഞാനത് കൊടുക്കുന്ന എന്താ പറഞ്ഞ സംഗതി? ഉടനെ പറയുന്നു, ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട്. അതാ പ്രത്യേകത. ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് അയാൾ തന്റെ ലൈംഗിക വികാരങ്ങളെ, ഭക്ഷണത്തെ, വെള്ളത്തെ എല്ലാം മാറ്റിവെച്ചു എന്ന് അള്ളാഹു പറയുന്നത്. നാലോചിക്ക്, അല്ലാഹ് അല്ലാതെ ആര് പറഞ്ഞാലും നമ്മൾ അനുസരിക്കൂ? പ്രധാനമന്ത്രി പറഞ്ഞാൽ അനുസരിക്കുമോ? ആര് പറഞ്ഞാൽ അനുസരിക്കും? നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടെന്ന് പോലെ പണി നോക്കാൻ പറയും. നമ്മൾ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ? എന്തൊക്കെ സൂക്ഷ്മത നമ്മൾ പുലർത്തി. വുളൂ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങാനും വായിലുള്ള വെള്ളത്തിന്റെ ഒരു കണിക എങ്ങാനും ഉള്ളിലേക്ക് പോകുമോ എന്ന് പേടിച്ച് ആവർത്തിച്ച് അവിടെ തുപ്പിയിട്ടാവുന്നത്. ആരെ പേടിച്ചിട്ട്? ആര് പറഞ്ഞിട്ട്? അതാ അള്ളാഹ് പറയണത്. ഞാൻ വേറെ ഒരാളെയും എൻ്റെ ദാസൻ, എൻ്റെ അടിമകൾ ഇങ്ങനെ ഭയപ്പെടില്ല, അവരെ അനുസരിക്കില്ല. നീ അതായി പറഞ്ഞത്. ഭയങ്കര പൊരുളാനത്. ഞാൻ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട്. വേറെ ആര് പറഞ്ഞാലും, വാപ്പ പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും ഇതൊന്നും ഒരു പരിപാടി നടക്കുന്ന കാര്യമൊന്നുമല്ല. ഒരു നേരമൊക്കെ വേണമെങ്കിൽ ചിലപ്പോ ഒന്ന് മാറ്റി വെക്കും. ഇതൊക്കെ മൊത്തത്തിൽ എന്തോ ഒരു ദാഹമാണ്. പകല് ഭയങ്കര ദാഹം, തൊണ്ടൊക്കെ വരളുന്നുണ്ട്, വെള്ളം ഇല്ലാണ്ടാണ് ഇപ്പൊ അത്. എന്താ കാരണം? എന്നെ റബ്ബത് കുടിക്കരുത്. വേറെ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. വേറെ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ഇതാണ്. അപ്പോ പടച്ചവന്റെ താല്പര്യങ്ങൾക്ക് നമ്മൾ മുൻഗണന കൊടുത്തു. ജീവിതത്തിൽ ഏറ്റവും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാറ്റിവെക്കാനേ കഴിയില്ല എന്ന് തോന്നുന്ന കാര്യത്തിൽ വരെ നമ്മൾ ഇതിനെ മാറ്റിവെച്ചവരാണ് റമദാനിൽ. അതുകൊണ്ട് നമ്മളോട് വീണ്ടും ചോദിക്കുകയാണ്, അതുകൊണ്ട് അതേ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് റബ്ബ് മാറ്റിവെക്കാൻ പറഞ്ഞതൊക്കെ ഒന്ന് മാറ്റിവെച്ചു കൂടെ? ഒന്ന് നന്നായി കൂടെ? മനസ്സ് വെച്ചാൽ നിനക്ക് കഴിയുമല്ലോ എന്ന് റമദാൻ നമ്മളോട് പറയാണ്. മനസ്സ് വെച്ചാൽ നിനക്കത് കഴിയും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം നമ്മളോട്. അപ്പോ ഇവിടെ എന്ത് ചെയ്തു? നമ്മള് മൃഗീയമായ തൃഷ്ണകളെ നമ്മൾ എന്ത് ചെയ്തു? മാറ്റിവെക്കുകയാണ്. അതിനങ്ങോട്ട് പാറ്റേ ഭക്ഷണം ഉണ്ടായിട്ടും നമ്മൾ അതിനെ മാറ്റിവെച്ചു എന്ന് മാത്രമല്ല, രാത്രി നമസ്കാരത്തിനും അല്ലേ. പിന്നെ രണ്ടാമത്തെ കാര്യം ഉറക്കം. നമ്മൾ വീട് പോലും സംവിധാനിക്കുന്നതിന് വേണ്ടിയാണല്ലോ. ഒരു വീടെന്തിനാ? ഒരാളാകല് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് അയാളുടെ വീടാ. വീടിനെ കുറിച്ച് ആലോചിച്ച് നോക്കി. മനുഷ്യൻ എത്രത്തോളം ഇതിന് പ്രാധാന്യം നൽകുന്നു എന്നറിയാൻ സ്വന്തം വീടിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. വീട്ടിലാകെയുള്ള പ്രധാനപ്പെട്ട 2 ഏരിയകൾ ഏതൊക്കെയാ? ഒന്ന് അടുക്കളയാണ്, ഭക്ഷണമാണത്. ഒരടുക്കള പോരാഞ്ഞിട്ട് വിറകടുപ്പിന് വേറൊന്ന്, ഇത് കൂടാണ്ട് വർക്ക് ഏരിയ വേറൊന്ന്, മൊത്തം ഭക്ഷണത്തിന്. വീടിന്റെ പകുതിയും അതിനാണ്. രണ്ടാമത്തെ ഭാഗം കിടന്നുറങ്ങാനുള്ള നല്ല ബെഡ്റൂമാണ്. ബെഡ് എത്ര മാറ്റിയാലും ഇല്ലേ, രണ്ടാമത്തെ സംഗതിയാണ്. ഇതാണ് സംഗതി. പിന്നെ നമ്മുടെ സ്വകാര്യ ജീവിതം മറ്റൊന്ന്. ഇതിനെ മുഴുവനും രാത്രി ഉറക്കം വളരെ പ്രധാനമല്ലേ നമുക്ക്? രാത്രി ഉറക്കം വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഉറങ്ങാണ്ടിരിക്കാൻ പറ്റില്ല നീ. പക്ഷെ നമ്മൾ ഉറക്കം ഒഴിവാക്കി. നമുക്കറിയാം, നാളെ പരലോക നാളിൽ ഹിസാബിന്റെ വേളയിൽ അവിടെ 2 സാക്ഷികൾ വരും എന്ന ഹദീസിലുണ്ട്. 2 സാക്ഷികൾ വരും കേട്ടോ. എല്ലാവരും സന്തോഷിച്ചോളിയൻ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കടന്നുപോയ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ് ആ 2 സാക്ഷികൾ? ഒന്ന് നോമ്പാണ്, ഒന്ന് ഖുർആനാണ്. നോമ്പ് എന്താ? അള്ളാഹുവിനോടൊന്ന് പറയാ. അള്ളാഹുവിനോട് ആവശ്യപ്പെടും, അള്ളാഹുവേ ഇയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ എന്നെ നീ അനുവദിക്കണം അല്ലാഹ്. എന്താ അതിന്റെ കാരണം? നോമ്പ് പറയുമ്പോൾ അള്ളാഹുവിനോട് പറയാ, റബ്ബി ഇന്നി മനഅതു ത്വഅമ വശഹവാതി ബിന്നഹാർ. പകൽ സമയങ്ങളിൽ അയാളുടെ ഭക്ഷണത്തെയും അയാളുടെ ലൈംഗിക വികാരങ്ങളെയും ഞാൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. നോമ്പ് പറയുന്ന അള്ളാഹുവിനോട്. കേട്ടോ, ഇത് രണ്ടും എന്തായാലും സംഭവിച്ചില്ല നമ്മുടെ ജീവിതത്തിൽ. നല്ല കാര്യമാണ്. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് പറയും, അതുകൊണ്ട് അള്ളാഹുവേ ഇത് എങ്ങനെ വേണേലും ആകാമായിരുന്നല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ എന്നെ നീ അനുവദിക്കണമെന്നാ ഖുർആൻ പറയുന്നത്. മറ്റൊന്നാ, പകലിനെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഖുർആൻ പറയുന്നത് നമ്മുടെ രാവുകളെ കുറിച്ചാണ്. നമ്മുടെ രാവുകളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. നല്ല ഉറക്കം ഉണ്ടായിരുന്നു രാത്രിയിൽ. ഇന്നലെ രാത്രിയൊക്കെ അങ്ങനെയല്ലേ? കടന്നുപോയ രാത്രികൾ, പ്രത്യേകിച്ചും അവസാനത്തെ 10 രാവുകളിലൊക്കെ നമ്മുടെ പള്ളികളൊക്കെ സജീവമായിരുന്നു.
പള്ളികളിലുണ്ട്. ഈ കൊല്ലം വരാത്തവരൊക്കെ അടുത്ത കൊല്ലം ഉണ്ടാകണം കേട്ടോ, അള്ളാഹു അനുഗ്രഹിച്ചാൽ ഇൻഷാ അള്ളാഹ്. നമുക്ക് പള്ളിയിലൊക്കെ ഒന്നൊന്നിരിക്കണം, ഒന്ന് ഒറ്റയ്ക്കിരിക്കണമെന്നേ, ഒറ്റയ്ക്കിരിക്കണം, റബ്ബിനോട് വർത്തമാനം പറയണം. ഇതൊക്കെ മുമ്പ് പറഞ്ഞു പോയതാണ്, എങ്കിലും നമ്മുടെ പള്ളികളൊക്കെ സജീവമായിരുന്നു. എന്താ അവിടെ ചെയ്തത്? ഖുർആൻ പറയും, പിന്നെ രാത്രിയിലുള്ള അയാളുടെ ഉറക്കത്തെ ഞാൻ തടസ്സപ്പെടുത്തിയെന്ന. ഞാൻ കാരണം എന്താ? രാത്രി ദീർഘമായി ഖിയാമുൽ ലൈൽ നമസ്കാരം നടക്കാണ്, തറാവീഹ് നമസ്കാരം നടക്കുകയാണ്, ഖുർആൻ പാരായണം കേട്ട് അങ്ങനെ നിൽക്കാണ്. ഇതും പോരാഞ്ഞിട്ട് രാത്രിയിൽ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്ത ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ, അല്ലെ? എന്തുമാത്രം ഉറക്കം വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഖുർആൻ പാരായണം ചെയ്തു, ഖുർആനുമായിട്ട് ചങ്ങാത്തം കൂടി, അതിൻ്റെ കൂടെ കൂടി അങ്ങനെ വായിച്ചു. ഇരുന്നിട്ട് ഉറക്കം വന്നവർ നടന്നു, ചിലർ എണീറ്റ് നിന്ന് ഖുർആൻ ഓതി. ഉറക്കം വരരുതെന്ന അങ്ങനെ ഖുർആനുമായിട്ട് രാവിലെ ഉറക്കമൊഴിഞ്ഞ് നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് നിന്നവരാ. റമദാനിലെ സംഗതി അതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജഡികേച്ച വികാരങ്ങളുടെ, മൃഗതൃഷ്ണയുടെ ഏറ്റവും വലിയ ഭാഗമാകുന്ന ഭക്ഷണത്തെ മാറ്റിവെച്ചു. രാത്രിയിലെ ഉറക്കം നമ്മൾ ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി, അല്ലേ? ഇതൊക്കെ നമ്മൾ മാറ്റിവെച്ചു. അതോടൊപ്പം നമ്മൾ ഈ എഴുത്തിക്കാഫിലേക്ക്, പള്ളിയിലേക്ക് വന്നു പലരും. എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് എന്താ? വീടിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളെ ഒരാൾ മാറ്റാണ്. വീടെന്ന് പറഞ്ഞാൽ നമ്മൾ അതുമാതിരി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. സാധ്യമാകുന്നത് പോലെ ഓരോരുത്തരും സാധ്യമാകും വിധം എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാണ് വീട്. അവിടെ എല്ലാ സൗകര്യങ്ങളുമായി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ തന്റെ സൗകര്യങ്ങളൊക്കെ മാറ്റി പള്ളിയിൽ വരാം, പള്ളിയിൽ വന്നിരിക്കാം എന്നൊരാൾ തീരുമാനിക്കാൻ. അപ്പൊ തന്റെ സുഖ സൗകര്യങ്ങളെ മാറ്റിവെക്കാൻ അയാൾക്ക് സാധിച്ചു എന്നതാണ് റമദാൻ. ഇതൊക്കെ മാറ്റിവെക്കാൻ തനിക്ക് കഴിയും എന്ന് അയാൾ പ്രഖ്യാപിക്കുകയാണ് റമദാനിലൂടെ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി. ഒഴിവാക്കിയിട്ട് പിന്നെ എന്താ നമ്മൾ ചെയ്തത്? ഇതൊക്കെ ഒഴിവാക്കിയല്ലോ. ഒഴിവാക്കിയിട്ട് പിന്നെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്? അത് ഇതിനേക്കാൾ അത്ഭുതകരമായ കാര്യങ്ങളാണ് പിന്നെ ഉണ്ടായത്. വിശന്നിരുന്ന നമ്മളെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? വിശപ്പുള്ള നമ്മള് ഭക്ഷണത്തെ കുറിച്ച്, ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. നോമ്പ് തുറപ്പിക്കുന്ന വലിയ പുണ്യമായി. ഇത് റമദാന്റെ ഭയങ്കര അത്ഭുതമായത്. ഒരു ഭാഗത്ത് നമ്മൾ വിശന്നിരിക്കുക, ഒരു ഭാഗത്തോ ഇതേ വിശന്നിരിക്കുന്നവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയാ. നോമ്പൊരുത്തന് പിടിച്ചു വീട്ടാൻ കഴിയാത്ത വിധം ഒരാൾക്ക് ഒരു പ്രയാസം ഉണ്ടായി, നോമ്പ് പിടിച്ചു വിട്ടാൻ പറ്റില്ല, രോഗികളൊറ്റമായി പോയി. ഈ നോമ്പിന് പകരം എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാനോ, ഫിദിയ കൊടുക്കാം, ഭക്ഷണം കൊടുക്കാനോ പറയണത്. ഇവിടെ വിശപ്പ്, മറുഭാഗത്ത് നീ എന്ത് ചെയ്യണം? വിശന്നിരുന്നിട്ട് ഭക്ഷണം മറ്റൊരാൾക്ക് കൈമാറുകയാണ്, മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇനി റമദാൻ അവസാനിക്കുന്ന ഫിത്ർ സക്കാത്ത് കൊണ്ടാ, ഭക്ഷണമാണ് ഇവിടെയും. എന്താത്? ലോകത്തൊരാളും വിശക്കാത്ത ഒരു, വിശപ്പില്ലാത്ത ലോകത്തെ കുറിച്ചുള്ള സ്വപ്നമാണ് റമദാൻ എന്ന് വേണേൽ പറയാം. നമ്മൾ പട്ടിണിയിരിക്കുക, എന്നിട്ടോ മറ്റുള്ളവരുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മറ്റുള്ളവരുടെ വിശപ്പിന്റെ കാര്യത്തിൽ ഒരാൾ അസ്വസ്ഥനാകുകയാണ്. ഇത് മനുഷ്യന് മാത്രം സാധിക്കുന്ന കേട്ടോ. എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നൊക്കെയാണ്. റമദാന്റെ ഭയങ്കര അത്ഭുതമാണ് ഈ സംഗതിയൊക്കെ, ഭയങ്കരമായ അത്ഭുതമാണ്. നമ്മളെ മനുഷ്യനാക്കി മാറ്റാണ് റമദാൻ, നല്ല മനുഷ്യനാക്കി മാറ്റാണ്. നമുക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ വലോ അന്നബിയും ഹസാസ എന്നൊക്കെ പറയില്ലേ, നമുക്ക് സ്വന്തമായ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെയാണ് ഇത് നമ്മൾ മാറ്റിവെക്കുകയാണ്. അതിനെല്ലാം നമ്മൾ കൈയൊഴിഞ്ഞു. എന്നിട്ടോ മറ്റുള്ളവരുടെ വിശപ്പിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നതാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് മൂല്യങ്ങളെ, തഖ്വയടക്കമുള്ള ഒരുപാട് മൂല്യങ്ങളെ നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ റമദാൻ. അതാ പറഞ്ഞത്, വലിയൊരു പരിപാടിയാണ് നടന്നത്, വലിയൊരു പ്രക്രിയയാണ് കടന്നുപോയത്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോരുത്. ആ കിട്ടിയതിനെ മുറുകെ പിടിക്കണം, ഇസ്തിഖാമത്ത് ഉണ്ടാകണം. ഇനി അങ്ങോട്ടുള്ള നാളുകളിലും നമുക്ക് നമ്മുടെ സഹജീവികളെ കുറിച്ച് ആലോചിക്കാനും, അവരുടെ ക്ഷേമത്തിനെ കുറിച്ച് ചിന്തിക്കാനും, അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വിഭവങ്ങളെ അവർക്ക് വേണ്ടിയും കൂടി മാറ്റിവെക്കാനും ഒക്കെ കഴിയുന്നിടത്താണ് ഈ കടന്നു പോകുന്ന റമദാൻ നമുക്ക് സാർത്ഥകമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ സക്കാത്ത് നമ്മൾ നൽകി, ദാനധർമ്മങ്ങൾ ധാരാളമായി നൽകി റമദാനിൽ. എന്തുമാത്രം സാധിക്കുന്നത് പോലെ ഒരു സക്കാത്ത് കൊടുത്തു, സാധിക്കുന്നത് പോലെ തന്നെ ദാനധർമ്മങ്ങൾ, സദഖ ധാരാളമായി നമ്മൾ നൽകുക. സമ്പത്തിനോട് ഇഷ്ടമുണ്ടായിരിക്കെ തന്നെ അയാൾ അത് നൽകി. ആർക്കൊക്കെ നൽകി? ദബിൽ ഖുർബ, അടുത്ത ബന്ധുക്കൾക്ക്, വല്യത്താമ, അനാഥർക്ക്, വൽ മസാക്കീൻ, അഗതികൾക്ക്, വബനസബീൽ, വഴിയാധാരമാക്കപ്പെട്ട മനുഷ്യർക്ക്, വസ്സായിലീന, ചോദിച്ചു വരുന്നവർക്ക്, വഫിർ റിഖാബി, അടിമമോചനത്തിന് എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി തനിക്ക് കിട്ടിയ സമ്പത്തിനെ അയാൾ മാറ്റിവെച്ചു റമദാനിൽ.
നമ്മള് റമദാനിലെ പല ഖുത്ബകളിലും പറഞ്ഞല്ലോ അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, ഒരു ഇളങ്കാറ്റ് പോലെ അല്ലെ, കാറ്റടിച്ച് വീശും പോലെ എന്നൊക്കെ പറയാം ഹദീസിലെ പദപ്രയോഗം. ധാരാളമായി ദാനധർമ്മം നിർവഹിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന അർത്ഥത്തിൽ നമുക്ക് കിട്ടിയ വിഭവങ്ങളെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു വെക്കാനുള്ള വലിയ പരിശീലനമാണ് വിശുദ്ധ റമദാനിലൂടെ നമ്മൾ കടന്നുപോയത്. അതേപോലെ തന്നെ ധാരാളമായി നമ്മൾ പ്രാർത്ഥനകൾ നിർവഹിച്ചു. പ്രാർത്ഥന എന്താ? എല്ലാ കാര്യവും അള്ളാഹുവിനോട് നമ്മൾ പറഞ്ഞു, പറയാത്ത ഒരു കാര്യമില്ല. എല്ലാ റബ്ബിനോട് നമ്മൾ പറഞ്ഞു, പടച്ചവനോട് പറയാൻ നമ്മൾ ശീലിച്ചു. ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യവും അള്ളാഹുവിനോട് നമ്മൾ പങ്കുവെച്ചു, സകല കാര്യങ്ങളും. അപ്പോ നീ ചോദിച്ചാൽ ചോദിച്ചാൽ നീ അള്ളാഹുവിനോട് ചോദിക്കൂ എന്നതാണ്. അപ്പോൾ തൗഹീദിന്റെ വലിയ അർത്ഥതലങ്ങളിലേക്ക്. അതുകൊണ്ടാണ് ഈ റമദാനിനെ കുറിച്ചുള്ള ആയത്ത് വന്ന ഉടനെ തന്നെയാണ് എന്നുള്ള ആയത്തുള്ളത്. തൊട്ട് ചേർന്നിട്ടാണ് റമദാനിന്റെ നോമ്പിന്റെ ആയത്ത് കഴിഞ്ഞാൽ ഉടനെ ഇതാണ് അടുത്ത പരാമർശം. ദുആ ചെയ്യാനാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമാണ് ചോദിക്കുക, എല്ലാം നിവർത്തിച്ചു തരാൻ എൻ്റെ റബ്ബിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല എന്നൊക്കെയുള്ള അപ്പൊ തൗഹീദിന്റെ ഏറ്റവും മനോഹാരിതയിലേക്ക്, ഊഷ്മളതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ റമദാൻ ചെയ്തത്. അത്ഭുതമായിരുന്നു കടന്നുപോയ റമദാൻ. ഒരു കണക്കിന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റമദാൻ, കടന്നു പോയിട്ടില്ല, ഇനിയുണ്ട് 2 ദിവസം കൂടി. അപ്പൊ അതുകൊണ്ട് കടന്നു പോകുന്ന ഈ റമദാൻ നമ്മളിൽ ബാക്കിയാക്കുന്ന ഈ മൂല്യങ്ങൾ അത് അടുത്ത റമദാനിലേക്ക് എത്തുവോളം മുറുകെ പിടിക്കുകയും അടുത്ത റമദാനിൽ ഇതിനെ ഒന്നും കൂടി പുഷ്ടിപ്പെടുത്തി ഈ ലോകത്തുനിന്ന് വിട പറയുന്ന സമയമാകുമ്പോഴേക്കും തഖ്വ നിറഞ്ഞ, ഈ പറയുന്ന എല്ലാ നന്മകളുമുള്ള, ഇസ്ലാമികമായ എല്ലാ മൂല്യങ്ങളുമുള്ള ഒരു നല്ല മനുഷ്യനായി സർവാധിനാഥനായ റബ്ബിലേക്ക് നമുക്ക് വിട പറയാൻ, യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്ന ആഹ്വാനമാണ് ഒടുവിലായി നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെങ്ങനെ റമദാൻ എങ്ങനെ അതിന്റെ സമാപ്തിയിലേക്ക് കടക്കാൻ. ഇനി അങ്ങോട്ട് നമ്മൾ പെരുന്നാളിനെ കുറിച്ചുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെയാണ്. പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. നമ്മുടെ ഈദ്ഗാഹ് തീരുമാനിച്ചിട്ടുണ്ട്. 7:30 പെരുന്നാൾ നമസ്കാരമുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് പെരുന്നാളുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ കാര്യങ്ങൾ എല്ലാം നമുക്കറിയാവുന്ന സംഗതികളാണ്. അതിലൊന്നും നമ്മൾ ഈ പറയുന്ന പുതുവസ്ത്രമൊക്കെ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഡ്രസ്സൊക്കെ എടുത്ത് പുതുവസ്ത്രമൊക്കെ എടുക്കണം കേട്ടോ, സുന്നത്താണത്. പഴയതുണ്ടല്ലോ എന്ന് കണക്കാക്കേണ്ടതില്ല. അങ്ങനെയൊന്നും ആരും കണക്കാക്കുന്നൊന്നുമില്ല. എങ്കിൽ ഞാൻ പറയാണ്, അങ്ങനെയൊന്നും വേണ്ടതില്ല എന്ന് പറയാം. വല്ലാത്ത ഒരു ലാളിത്യമൊന്നും അതിനകത്തില്ല. പുതിയ വസ്ത്രമൊക്കെ ഇരിക്കണം, നല്ല വസ്ത്രം. നമ്മളെ നല്ല വസ്ത്രത്തിൽ കാണാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് കൊണ്ടാണ് അങ്ങനെ. എല്ലാവരും നല്ല വസ്ത്രം, റസൂല് ഭയങ്കര ആഗ്രഹമായിരുന്നു അതൊക്കെ. അങ്ങനെയൊക്കെ തന്നെയാണത് കേട്ടോ. അതാണല്ലോ ഒരു നേതാവിന്റെ വല്ലാത്ത ഹൃദയാഭിലാഷങ്ങളാണ് അല്ലേ. ഒരാളും പ്രയാസപ്പെടുന്നവരുണ്ടാവരുത് എൻ്റെ കൂടെ കേട്ടോ. അതാണ് ആ ഒരു വലിയ സന്തോഷമാണ്. അതുകൊണ്ട് നമ്മൾ പെരുന്നാളിന്റെ സന്തോഷങ്ങളിലേക്ക് പോകണം. പുതുവസ്ത്രമൊക്കെ എല്ലാവരും എടുത്തിട്ട് വീട്ടിലൊക്കെ എടുത്തു. കടന്നുപോയ ഖുത്ബയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിലേക്ക് ആരെങ്കിലും പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ വളരെ വില കുറഞ്ഞൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ എടുക്കണമല്ലേ. അങ്ങനെ പ്രയാസപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ അന്ന് ഫോൺ രഹസ്യമായിട്ട് പോയാൽ മതി. പോയിട്ട് എന്തെങ്കിലും 2000, 3000, 5000 കൈ കൊടുത്തിട്ട് കുട്ടികൾക്ക് നല്ല ഡ്രസ്സ് എടുക്കണം കേട്ടോ എന്നൊന്ന് പറഞ്ഞിട്ട് വരിക. അത് മതി. കടന്നുപോയ റമദാൻ തന്നെ അങ്ങോട്ട് അത് എൻ്റെ മനോഹാരിതയിൽ ഏറ്റവും മനോഹരമായി അതിങ്ങനെ വിടർന്നു വരും ജീവിതത്തിൽ. അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ചെയ്യണമെന്ന് കടന്നുപോയ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു പോയൊരു കാര്യമാണ്. അയൽപക്കത്ത് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാവുന്നതാണ്. പെരുന്നാൾ ദിനത്തിൽ നമ്മൾ കുറേയേറെ സുന്നത്തുകളുണ്ട്. എല്ലാം നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സുഗന്ധം ഉപയോഗിക്കുന്ന സുന്നത്താണ്. ഈ ഈദുൽ ഫിത്തറിന് വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരലാണ് സുന്നത്ത്, കഴിക്കാതെ വരലല്ല. നോമ്പ് മുറിച്ചിട്ട് വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആ ഫാസ്റ്റിങ്ങിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാണ്? പള്ളിയിലേക്ക്, ഈദ്ഗാഹിലേക്ക് വരാനാണ് കൽപ്പന. അപ്പോൾ അത് നമ്മളെല്ലാവരും നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ആ ദിവസം നമ്മൾ നല്ല ഭക്ഷണമൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കും. വീട്ടിലുണ്ടാക്കുമ്പോൾ അയൽവക്കക്കാരെയൊക്കെ ഒന്ന് പരിഗണിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ നമ്മുടെ അയൽവക്കത്തുണ്ടാവും. പെരുന്നാൾ വന്നാൽ അവർക്കൊന്നും അറിയട്ടെ നീ കേട്ടോ. ഭക്ഷണം അവർക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. ബിരിയാണിയൊക്കെ വെക്കണമല്ലേ, അയൽവക്കത്തൊക്കെ എത്തിച്ചു കൊടുക്കണം സാധ്യമാകും വിധം. അങ്ങനെയാണല്ലോ അല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കറി വെച്ചാൽ അതുപോലെ വെള്ളം കൂട്ടാനാണ് പറഞ്ഞത്. അത് അയൽപക്കത്ത് ആരാണെന്ന് നോക്കിയിട്ടല്ല കേട്ടോ. അത് മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നൊന്നും നോക്കിയിട്ടൊന്നും അല്ല. ആരാണെങ്കിലും എന്തറിയോ, നിന്റെ അയൽവാസി, നീ നിന്റെ ചുറ്റുവട്ടത്ത് നിന്റെ അയൽവാസികൾക്ക് നീ അനുഗ്രഹമാകണം. അപ്പോഴേ നീ ഒരു മുസ്ലിം ആവും.
നിന്റെ അയൽവാസികൾക്ക് നീ അനുഗ്രഹമാകണം, ശല്യക്കാരനാവരുത്. അപ്പോഴാണ് നീ മുസ്ലിം ആവുക എന്നതാണത്. അതുകൊണ്ട് എന്ത് വേണം? ഇത് കൊടുക്കണോ നീ? അനുഗ്രഹമാണത്. പെരുന്നാൾക്ക് മാത്രമല്ല, എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ്. പെരുന്നാൾക്ക് പ്രത്യേകം പറയാം. നമ്മളൊക്കെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നതാണ് കേട്ടോ. ഒന്നും കൂടെ അതിന്റെ ഒരു പൊരുളൊന്നും ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഉണ്ടാകണം, ഈ ചിന്തകളൊക്കെ നമ്മളിവിടെ കടന്നു പോകണം എന്ന് സൂചിപ്പിക്കുകയാണ്. പെരുന്നാള് ദിനത്തിൽ നമ്മൾ തക്ബീർ ഉയർത്തിക്കൊണ്ടാണ് പെരുന്നാളിലേക്ക് വരിക, അല്ലേ? നമ്മൾ തക്ബീർ കൊണ്ടാണ് ഈ റമദാൻ നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. തക്ബീറിന്റെ വലിയ പൊരുളാണ് കേട്ടോ, വലിയ പൊരുളുള്ളതാണ് തക്ബീർ. ലോകത്തോടുള്ള ഉജ്ജ്വലമായൊരു മുദ്രാവാക്യമാണ് തക്ബീർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആത്മീയമായ ഏറ്റവും ആഴമുള്ള ഏറ്റവും അഗാധമായൊരു പ്രഖ്യാപനമാണ് തക്ബീർ. തക്ബീർ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പെരുന്നാൾ ദിനത്തേക്ക് വരിക. പെരുന്നാളിൻ്റെ അന്ന് വലിയ പെരുന്നാൾ പോലെ ദീർഘമായി നിൽക്കുന്ന തക്ബീർ അതിനില്ല, ചെറിയ പെരുന്നാളിനില്ല, ഈദുൽ ഫിത്തറിന് ഇല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നുകിൽ പറ കണ്ട വിവരം അറിഞ്ഞു, അല്ലെങ്കിൽ 30 പൂർത്തിയാക്കി. ഒന്ന് 29ൻ്റെ അന്ന് പറ കണ്ടു, എന്നിട്ട് ആ സമയം മുതൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 30 പൂർത്തിയാക്കി, 30ാമത്തെ നോമ്പ് പൂർത്തിയായുള്ള സൂര്യാസ്തമയമുണ്ട്, മഗ്രിബുണ്ട്. ആ മഗ്രിബ് മുതൽ തുടങ്ങി ഈദ്ഗാഹിൽ ഇമാമ് ഈ മിമ്പറിലേക്ക് കടക്കുന്ന സമയം വരെയുമാണ് തക്ബീർ. അത് കഴിഞ്ഞാൽ പിന്നെ തക്ബീറില്ല. പിന്നെ ദുഹറിനും അസറിനും തക്ബീർ പറയേണ്ട, പള്ളിയിലും ഇല്ല, എവിടെയില്ല കേട്ടോ. അത് വലിയ പെരുന്നാളിനാണ് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന തക്ബീർ ഉള്ളത്. ചെറിയ പെരുന്നാളിൽ ഈ കുറഞ്ഞ സമയം തക്ബീർ ഉള്ളൂ. കാരണം എന്തറിയോ, കടന്നുപോയി 1 മാസക്കാലവും നമ്മൾ തക്ബീറിൽ തന്നെയാണ്. ശരിക്കും പറഞ്ഞ അല്ലാഹു അക്ബർ, അതായിരുന്നു പ്രഖ്യാപനം. കടന്നുപോയി 1 മാസക്കാലം എൻ്റെ ശരീരം തക്ബീർ മുഴക്കിക്കൊണ്ടേ ഇരുന്നതാണ്. അതുകൊണ്ടായിരിക്കാം ഇതിന് ഇച്ചിരി കുറച്ചത് അവിടെ കേട്ടോ. എന്താ അത്? അള്ളാഹു മാത്രമേ വലുതായിട്ടുള്ളൂ. ലോകത്ത് ഒരാളോട് പേടിയില്ലാന്നേ. ഒരാൾ ഞങ്ങളെ പേടിപ്പിക്കാൻ വരുവും വേണ്ട. ഒരധികാര കേന്ദ്രത്തിനും ഞങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഒന്നും കഴിയില്ല. അല്ലാഹു അക്ബർ, അള്ളാഹു മാത്രമാണ് വലുത്. പ്രപഞ്ചത്തിന്റെ സർവാധിനാഥനായ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും യാതൊരു കിബിരിയാവുമില്ല, ഒരു വലിപ്പവുമില്ല. എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ അടിമകൾ. പല പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ മേലെ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള ഉജ്ജ്വലമായ നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിച്ച 1 മാസക്കാലം ഇനി വരാനാ പെരുന്നാളിലേക്ക് പോകുന്നതും അത് പറഞ്ഞുകൊണ്ടാണ്, തക്ബീർ മുഴക്കിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ മാത്രമാണ് അല്ലാഹ് എനിക്ക് വലുത്, വേറെ എല്ലാം എനിക്ക് ചെറുതാണ്. നിന്റെ താല്പര്യങ്ങളാണ് വലുത്, നിന്റെ അഭീഷ്ടങ്ങളാണ് എനിക്ക് വലുത്. എൻ്റെ സ്വന്തം താല്പര്യങ്ങൾ, എൻ്റെ ജഡികേച്ഛകൾ എല്ലാം എനിക്ക് നിസ്സാരമാണ്. അല്ലാഹ് പടച്ചവനെ നീയാണ് വലുത്. ഇവിടെയുള്ള എല്ലാ അധികാര കേന്ദ്രങ്ങളും അധികാര ശക്തികളും സർവ്വതും അല്ലാഹുവേ വളരെ നിസ്സാരമാണ് എന്നൊക്കെയാണ് അതിൻ്റെ ആഹ്വാനം. ആ അർത്ഥത്തിൽ നമ്മൾ കടന്നു വരുന്ന പിന്നെ ചെറിയ പെരുന്നാളിനെയും ആ നിലയിലൊക്കെ ഉൾക്കൊള്ളണമെന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഈ ഫിത്ർ സക്കാത്ത് നൽകാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയ ശ്രദ്ധയുണ്ടാകണം. എൻ്റെ ദിവസം പിന്നെ എൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതും കൊടുക്കേണ്ടതാണ്. അതിനുള്ള സൗകര്യങ്ങൾ പള്ളികളിലൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായി കൊടുക്കുന്നതിനും വിരോധമൊന്നുമില്ല, വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ കാര്യത്തിലും ഒരു ശ്രദ്ധ വെക്കണം എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുന്നു. സർവാധിനാഥനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ വിശുദ്ധ റമദാനിനെ നമ്മുടെ കാര്യത്തിൽ സ്വീകരിക്കുകയും റമദാൻ പകർന്നു വെച്ച സകല മൂല്യങ്ങളെയും ജീവിതത്തിലേക്ക് പകർത്തി വരാനുള്ള നാളുകളെ കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ ഉള്ള ഉദവി നൽകി അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വഅസ്തഗ്ഫിറു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ വഅസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا كما أمر وأشهد أن لا إله إلا الله وحده لا شريك له المتعالي عن المشاركة والمشاكلة لسائر البشر وأشهد أن محمدا عبده ورسوله النبي المعتبر. أيها الناس أوصيكم عباد الله وإياي بتقوى الله واعلموا أن الله تعالى صلى على نبي قديما فقال تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الأربعة الخلفاء الراشدين المهديين عن أبي بكر الصديق وعمر الفاروق وعثمان ذي النورين وعلي المرتضى وعن بقية الصحابة والقرابة كلهم أجمعين وعن التابعين وتابع التابعين وتابعين بإحسان إلى يوم الدين. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി ഞാൻ എന്നോട് നിങ്ങളോരോരുത്തരോടും
അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട് തഖ്വയിലധിഷ്ഠിതമായ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. റമദാനിൻ്റെ ഒടുവിലെ വെള്ളിയാഴ്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ദുആഇന് ഏറെ ഇജാബത്ത് ലഭിക്കുന്ന സന്ദർഭങ്ങളിലൊന്നാണിത്. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞു പോയ ആഴ്ച നമ്മളൊരു കളക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. APCRൻ്റെ കളക്ഷൻ എന്നാണ് പറഞ്ഞത്. അത് പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, അന്യായമായി ജയിലുകളിൽ അടയ്ക്കപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് വേണ്ടി, അവർ കുടുംബത്തിൻ്റെ ക്ഷേമത്തിനൊക്കെ വേണ്ടി ചിലവഴിക്കപ്പെടുന്ന പണമാണ്. തികച്ച് നമുക്കറിയാലോ, പുതിയ ഭരണകൂട വേട്ടയ്ക്ക് വിധേയമായിട്ടൊക്കെ ജയിലിലടയ്ക്കപ്പെട്ട നിരപരാധികളുണ്ട്. നല്ല ചെറുപ്പക്കാരൊക്കെ, വിദ്യാസമ്പന്നരായ, അങ്ങനെയൊക്കെ അവരുടെ മോചനത്തിനൊക്കെ വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ഒരു പണമാണിന്ന് കളക്ട് ചെയ്യപ്പെടുന്ന പണം എന്ന് പറയുന്നത്. നമ്മളതുകൊണ്ട് സാധ്യമാകുന്നതിൻ്റെ പരമാവധി അതിലേക്ക് നമ്മുടെ സംഭാവന നൽകണമെന്നൊന്നു കൂടി സൂചിപ്പിക്കുകയാണ്. എന്തായാലും സർവാധിനാഥനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കടന്നു പോകുന്ന ഈ വിശുദ്ധ റമദാനിനെ അള്ളാഹു നമ്മുടെ കാര്യത്തിൽ സ്വീകരിച്ച് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, റമദാൻ ഞങ്ങളിൽ നിന്ന് വിട പറയുകയാണ്. പടച്ചവനെ, ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളും വീഴ്ചകളും പാളിച്ചകളും ഒക്കെയും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കൈകൾ കൊണ്ട്, കാലുകൊണ്ട്, കണ്ണുകൾ കൊണ്ട്, കാത് കൊണ്ട്, നാവ് കൊണ്ട്, പടച്ചവനെ, ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ കൊണ്ട്, തലച്ചോറിൻ്റെ ചിന്തകൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന പാപങ്ങൾ, വീഴ്ചകൾ അല്ലാഹുവേ എണ്ണിയാൽ ഒടുങ്ങാത്തതാണവ. പടച്ചവനെ, ഈ വിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീതമായി പകലിൽ റബ്ബേ, നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ പള്ളിയുടെ ഈ പടി, ഈ വാതിൽ കടന്ന് പുറത്തു പോകുന്നത് പാപമുക്തമായ അവസ്ഥയിലാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാഹുവേ, അതിനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നാളെ പരലോക നാളിൽ പാപങ്ങളൊന്നുമില്ലാത്ത മനുഷ്യരായി, പാപങ്ങളൊക്കെയും പൊറുക്കപ്പെട്ടവരായി റബ്ബേ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ പ്രാർത്ഥനയുടെ വേളയിൽ പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ ഒക്കെ ഞങ്ങൾ ഓർക്കുകയാണ്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ പാപമോചനം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഞങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിച്ച പ്രയാസങ്ങൾ ഒരുപാടുണ്ട്. ഞങ്ങൾക്കാവതില്ലാത്ത കാലത്ത് അല്ലാഹുവേ, അവർ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച എല്ലാ ത്യാഗങ്ങളും പ്രയാസങ്ങളും അവരുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതെല്ലാം അമലു സാലിഹാത്തുകൾ ഉൾപ്പെടുത്തി റബ്ബേ, നാളെ പരലോക നാളിൻ്റെ സ്വർഗപ്രവേശനത്തിന് കാരണമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാരെയും ഉമ്മമാരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സഹോദരന്മാരും ഞങ്ങളുടെ സഹോദരികളും ഞങ്ങളുടെ ഉമ്മയുടെ മക്കളായി, കളിക്കൂട്ടുകാരായി കുട്ടിക്കാലത്ത് ഒരുമിച്ച് കടന്നുപോയവരാണ്. അവരിൽ നിന്ന് ചിലരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു, അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹു, അവരിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരികളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പാപമോചനം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, അവരുടെയും ഞങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെല്ലാവരുടെയും മക്കൾക്കും ഭാവി സന്തതി പരമ്പരകൾക്കും ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോടൊപ്പം പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ, വീടിൻ്റെ ഉള്ളിൽ നേരം വെളുത്താൽ വൈകുവോളം ഞങ്ങളുടെ വസ്ത്രമലക്കിയും പാത്രം കഴുകിയും ഭക്ഷണം പാചകം ചെയ്തും ഞങ്ങളുടെ മക്കളെ പരിപാലിച്ചും ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നവരാണ് അവർ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഭാര്യമാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും സഹോദരന്മാരെയും നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഈ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ പടച്ചവനെ, കുടുംബ ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങൾ പേറുന്നവരാണ് പലരും. പല തരത്തിലുള്ള ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ള കഷ്ടപ്പാടുകളിൽ കഴിഞ്ഞു പോകുന്നവരാണ് ഈ ഇരിക്കുന്ന ആളുകളിൽ പലരും. ഞങ്ങളുടെ ജീവിതത്തിൽ നീ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അറിവില്ലാത്തവരാണ് ഞങ്ങൾ, ഈമാൻ കുറഞ്ഞുപോയ മനുഷ്യരാണ് ഞങ്ങളെ നീ കൈവിട്ട് കളയല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ നീ ബർക്കത്ത് തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് തരണേ പടച്ചവനെ. ഞങ്ങളുടെ ആരോഗ്യത്തിൽ നീ ബർക്കത്ത് തരണേ തമ്പുരാനെ. കൺകുളിർമയുള്ള സന്താനങ്ങളെ കൊണ്ടും ഇണകളെ കൊണ്ടും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ.
അല്ലാഹുവേ, ഞങ്ങൾക്ക് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും റബ്ബേ ഞങ്ങൾ നീ സ്വീകരിക്കണേ പടച്ചവനെ. ഈമാനിന്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ വരുന്നുണ്ടെങ്കിൽ അല്ലാഹുവെ നിന്റെ കാരുണ്യം മുൻനിർത്തി, പടച്ചവനെ നിന്റെ വാത്സല്യം മുൻനിർത്തി, അല്ലാഹുവെ നിന്റെ റഅഫത്തിനെ മുൻനിർത്തി അല്ലാഹുവെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ, ഞങ്ങളെ നീ കൈവിടല്ലേ അല്ലാ, ഞങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചവനെ, ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാഹുവേ. അല്ലാഹുവേ, നിന്നോടല്ലാതെ ആരോടാണ് ഞങ്ങൾ പറയുക? അല്ലാഹുവേ, നീയാണല്ലോ ഞങ്ങളുടെ രക്ഷകർത്താവ്, അല്ലാഹുവേ നീയാണല്ലോ ഞങ്ങളുടെ വലിയ സർവാധിനാഥനായ റബ്ബേ, ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാൻ വിട പറയുകയാണ്. കടന്നു പോകുന്ന ഈ റമദാനിനെ ഞങ്ങളുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ആൺമക്കളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്ക് നീ ഹൈറായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവർക്ക് നീ സാലിഹ്യങ്ങളും സാലിഹാത്തുകളുമായ സന്താനങ്ങളെ കൊണ്ട്, ഏറ്റവും ഹൈറായ ജീവിത മാർഗങ്ങളെ കൊണ്ട്, ജീവിതത്തിലുടനീളമുള്ള ബർക്കത്തുകളെ കൊണ്ട് ഞങ്ങളുടെ ആൺമക്കളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പെൺമക്കളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കരളിന്റെ കഷ്ണങ്ങളാണ് അവർ. അല്ലാഹു, അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവരുടെ കൂട്ടായി നീ ഉണ്ടാകണേ അല്ലാ. അവർക്ക് നീ ഹൈറായ ഇണകളെ നൽകണേ പടച്ചവനെ. സാലിഹ്യങ്ങളും സാലിഹാത്തുകളുമായ സന്താനങ്ങളെ കൊണ്ട് അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞ സലാമത്തായ ജീവിതം കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഭാവി സന്തതി പരമ്പരകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. സർവോപരി അവർക്കും ഞങ്ങൾക്കും നല്ല ആഫിയത്തുള്ള ഈമാനുള്ള ഹിദായത്ത് നിറഞ്ഞ ദീർഘായുസ് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാ. മറ്റുള്ളവർക്ക് ഭാരമാകും വിധം കിടപ്പിലായി പോകുന്ന അവസ്ഥയിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മാരകവും ഭയാനകവുമായ ഏതെങ്കിലും രോഗത്തിന്റെ അംശലേശങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അല്ലാ, അതൊക്കെ ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങൾ നിന്ന് കരിച്ചു കളയണേ പടച്ചവനെ. അല്ലാഹു, ആരോഗ്യത്തോടെ പടച്ചവനെ നിന്നെ ഇബാദത്ത് ചെയ്യാനുള്ള ഉദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ നിർവഹിച്ച ദാനധർമ്മങ്ങളെ, ഞങ്ങൾ നിർവഹിച്ച നോമ്പുകളെ, ഞങ്ങൾ നിർവഹിച്ച ഖിയാമുൽ ലൈലിനെ, ഞങ്ങൾ നിർവഹിച്ച ഖുർആൻ പാരായണത്തെ അല്ലാ, ഞങ്ങൾ നിന്നോട് വെച്ച ഒരുപാട് പ്രാർത്ഥനകളെ, ദുആകളെ ഒക്കെ ഞങ്ങൾ സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. റമദാൻ കടന്നു പോകുമ്പോഴും ഒരുത്തന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അവൻ വിദൂരമാക്കപ്പെടട്ടെ എന്നായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ പ്രാർത്ഥന. ഞങ്ങൾക്ക് ഭയമുണ്ട് പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളൊന്നും നീ മാറ്റിവെക്കല്ലേ അല്ലാ. പാപങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണേ പടച്ചവനെ. തഖ്വ നിറഞ്ഞ ജീവിതം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായ ജീവിതം, സലാമത്തായ ജീവിതം കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ലോകത്തുടനീളമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. രാജ്യനിവാസികളായ മുസ്ലിം സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഭരണകൂട ഭീകരതയാലൊക്കെ വേട്ടയാടപ്പെടുന്നുണ്ട്. അല്ലാഹുവേ, ഇസ്സത്തുള്ള ഒരു സമൂഹമായി ഉയർത്തെഴുന്നേൽക്കാനുള്ള ഉദവി നൽകി ഈ രാജ്യനിവാസികളായ മുസ്ലിങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. ആരുടെ മുന്നിലും കൈകൂപ്പി നിൽക്കാതെ റബ്ബേ, തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പടച്ചവനെ നിനക്ക് മാത്രം വിധേയപ്പെടുന്നവരായി ഇസ്സത്തോടെ ജീവിക്കാനുള്ള ഉദവി നൽകി ഞങ്ങളുടെ സഹോദരങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കണേ പടച്ചവനെ. അവരുടെ ഇല്ലായ്മകളിൽ നിന്ന്, വല്ലായ്മകളിൽ നിന്ന്, ജീവിതത്തിന്റെ പ്രാരാബ്ധങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകി അല്ലാഹുവേ, നല്ല ഉയർന്ന വിദ്യാഭ്യാസമുള്ള, ഉയർന്ന കാഴ്ചപ്പാടുകളുള്ള, നല്ല ഈമാനുള്ള ഒരു ഇസ്ലാമിക സമൂഹത്തെ ഈ രാജ്യത്തിന് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ലോകത്തുടനീളമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞങ്ങൾ ഓർക്കുകയാണ്. അവർ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളാണ്, ഞങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട മക്കളാണ്, ഞങ്ങളുടെ തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരുമാണ്. അല്ലാഹുവേ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, ഈ റമദാനിന്റെ പുണ്യം അവർക്കൊക്കെ നൽകണേ പടച്ചവനെ. അല്ലാഹു, അവരിൽ പലരും പോരാട്ട ഭൂമികളിലാണുള്ളത്. പടച്ചവനെ, റമദാനിന്റെ പുണ്യം അവർക്ക് നീ നൽകണേ അല്ലാ. ഗസയുടെ മണ്ണിലെ പോരാട്ടം നടക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല പടച്ചവനെ. ഒന്നുള്ളത് അവരുടെ ഞങ്ങളുടെ പ്രാർത്ഥനകളാണ് ആകെയുള്ള ഒരു സാധനം പടച്ചവനെ. പിന്നെ ഉള്ളത് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒന്നുണ്ട്. അല്ലാഹുവേ, ബദറിന്റെ വിജയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ റസൂൽ എടുത്ത് ഒരു പിടി മണ്ണ് കൊണ്ടാണ് അത് സാധിച്ചത്. ഒരു പിടി മണ്ണ് കൊണ്ട് പരാജയപ്പെട്ടു പോയി ശത്രുക്കൾ. അല്ലാഹു, അവരുടെ കയ്യിലുള്ള കൊച്ചു കൊച്ചു ആയുധങ്ങളെ
ശത്രുവിന്റെ കോട്ടകൊത്തളങ്ങളെ ഇളക്കാൻ പര്യാപ്തമാകും വിധമുള്ള കരുത്ത് നൽകി അവരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ രക്തസാക്ഷിത്വം ഭരിക്കുന്നത്. ഖുദ്സിന്റെ മോചനമാണ് അവരുടെ ലക്ഷ്യം. അള്ളാഹുവേ, ഖുദ്സ് ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ അഭിമാനത്തിൻ്റെതാണ്. അള്ളാഹുവേ, ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ പോരാട്ടത്തിലുള്ളത്. അള്ളാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. സമ്പൂർണമായ വിജയം നൽകണേ പടച്ചവനെ. ലോകത്തിന്റെ ഗതി മാറ്റിമറിക്കുന്ന, ലോകഘടനയെ മാറ്റിമറിക്കുന്ന, വേൾഡ് ഓർഡറിനെ പുനർനിർണയിക്കുന്ന തരത്തിലുള്ള ഗംഭീരമായൊരു വിജയമാക്കി ആ വിജയത്തെ നീ സ്വീകരിക്കണേ അള്ളാഹുവേ. അള്ളാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളൊക്കെയും ഞങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾ ചോദിക്കാൻ ബാക്കിയാക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടാകാൻ ജീവിതത്തിൽ അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹുവേ, ഞങ്ങളുടെ ഹൈറായ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ കാര്യത്തിൽ നീ സ്വീകരിക്കണേ തമ്പുരാനെ. സർവോപരി അല്ലാ, ഈ ലോകത്തുനിന്ന് ഇവിടെ പറയുന്ന അവസാന സമയം ഏറ്റവും ഹൈറായ സമയമാക്കണേ അല്ലാ. നല്ല ഈമാനോടെ പടച്ചവനെ, കാരുണ്യത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വലിയ ആഗ്രഹമാണ് അല്ലാഹുവേ, നിന്നിലേക്ക് ഞങ്ങൾക്കൊന്ന് വരാൻ കഴിയണം പടച്ചവനെ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരികളെയും അനുഗ്രഹിക്കണേ അല്ലാ. നാളെ പരലോക നാടിൽ നിന്നെ കണ്ടുമുട്ടുന്ന ദിനം ഒരു വേവലാതിയുമില്ലാതെ നല്ല ആത്മവിശ്വാസത്തോടെ സന്തോഷമുള്ള മനുഷ്യരായി, ഹിസാബ് ഒന്നുമില്ലാതെ റബ്ബേ നിന്നെ കണ്ടു ഹിസാബ് ഒന്നുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും വിധം പടച്ചവനെ നിന്റെ തണലിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, വലിയ ആഗ്രഹങ്ങളിലൊന്ന് റസൂലിന്റെ കൈകൊണ്ട് ഹൗദുൽ കൗസറിൽ നിന്ന് പാനം ചെയ്യണം എന്നാണ്. അവിടെ ആട്ടിയോടിക്കപ്പെടുന്ന ആളുകളുണ്ട്, വിദഅത്തിന്റെ ആളുകളാണ് അവർ. അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന ദീനിൽ മായം ചേർത്തവരാണ് അവർ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വല്ലതും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചു തരണേ പടച്ചവനെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയ വഴിയിലൂടെ നടക്കാനുള്ള ഉദവി നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒടുവിൽ പടച്ചവനെ ഏറ്റവും സന്തോഷത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടൊപ്പം അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളുടെ കൈപിടിച്ച് മക്കളെ ചേർത്ത് പിടിച്ച് റബ്ബേ സ്വർഗത്തിന്റെ പടികൾ കടക്കാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ പാപങ്ങൾ കാരണമായി ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعزنا فلا تضلنا يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم لا تشغل خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.